ചിരട്ട കൊണ്ടുള്ള കരകൗശല നിർമ്മാണത്തിൽ പുതുമ കണ്ടെത്തുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ. ഉടുമ്പൻചോല ശാന്തരുവി സ്വദേശിയായ ബിനേഷാണ് ചിരട്ട ശില്പ നിർമ്മാണത്തിൽ വൈവിധ്യ കാഴ്ചകൾ ഒരുക്കുന്നത്. കൊറോണ കാലത്തെ രാജ്യത്തിന്റെ പോരാട്ടം ഓർമ്മിപ്പിക്കുന്ന ശില്പം. ചെറുതായി മുറിച്ചെടുത്ത് പോളിഷ് ചെയ്ത 480 പരം ചിരട്ട കഷ്ണങ്ങൾ ചേർത്തൊരുക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ ശില്പം. വാച്ച്, വിളക്ക്, മുയൽ, പക്ഷികൾ, ഇങ്ങനെ ബിനേഷിന്റെ കരവിരുതിൽ ഒരുങ്ങിയ നിർമ്മിതികൾ നിരവധിയാണ്. മാല, ഇങ്ങനത്തെ ചെറിയ ചെപ്പുകൾ, ഗ്ലാസ്. ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നവരാണ്. ജഗ് പോലുള്ള സാധനങ്ങൾ, ആ കിണ്ടിയൊക്കെ അത് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇനി കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു രൂപം. ഏതാണ്ട് 486 പീസുകൾ ഒട്ടിച്ച് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മുത്ത്, ഇതൊരു മുത്തെന്ന് പറയുമ്പം ഒരു 5-6 പീസുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല സമയമെടുക്കുന്ന സാധനങ്ങളാണ്. കുട്ടിക്കാലം മുതൽ ചിരട്ട ശില്പ നിർമ്മാണത്തിൽ ബിനേഷ് മികവ് തെളിയിച്ചിരിക്കുന്നു. ഉപജീവന മാർഗമായ വയറിംഗ് ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് ഇപ്പോൾ വിവിധ കൗതുക വസ്തുക്കൾ ഒരുക്കുന്നത്. മനസ്സിൽ വരച്ചിടുന്ന രൂപത്തിനനുസൃതമായി ചിരട്ടകൾ മുറിച്ചെടുത്ത് ചേർത്ത് ഒട്ടിച്ച് പോളിഷ് ചെയ്താണ് ഓരോ നിർമ്മിതിയും ഒരുക്കുന്നത്. ചിരട്ടകൾ ചെറുമുത്തുകളുടെ രൂപത്തിലാക്കിയൊരുക്കുന്ന കൈച്ചെയിനുകൾക്കും മാലകൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട്. പിന്നെ ഇത് കൈ ചെയിൻ, ബ്രേസ്ലെറ്റ്, ഇത് ചിരട്ടയുടെ മുത്തുകളാണ്. അതിൽ വെള്ളി കെട്ടി കുറേ മുത്തുകൾ ഉപയോഗിച്ച് കൊന്ത ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആളുകൾ എന്താണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ബ്രേസ്ലെറ്റും കൊന്തയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ കൊന്തകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വെള്ളി കെട്ടാൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് സ്വർണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതളവിലുള്ള മുത്തുകൾ ഉണ്ടാക്കി അതിനകത്ത് വെള്ളി കെട്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിരട്ടയ്ക്കൊപ്പം തടി, ഈർക്കിൽ, മുള്ള തുടങ്ങിയവ ഉപയോഗിച്ചു ബിനേഷ് വിവിധ കൗതുക വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.